പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആക്കിയതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ 21/5/2025 ഉടമ്പടി എടുത്തതാണ്. ഇത് എൻ്റെ ഭാര്യ അഖില, ഇതെൻ്റെ കുഞ്ഞ് അവന്തിക, എൻ്റെ പേര് ഉണ്ണിക്കണ്ണൻ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് എൻ്റെ ഒരു ജോലിയുടെ സാക്ഷ്യമാണ്. ഞാൻ 5 വർഷമായിട്ട് ഒരു കമ്പനിയിൽ ഒരു ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഒരു ഉയർച്ചയും ഉണ്ടായില്ല. എനിക്ക് അവിടെ ആ ഒരു പോസ്റ്റിങ്ങിൽ തന്നെ നിൽക്കേണ്ടി വന്നു. 5 വർഷമായിട്ട് യാതൊരു ഉയർച്ചയും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ എനിക്ക് ശേഷം വന്ന ആളിനെ പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുവന്ന് അവിടെ സൂപ്പർവൈസർ ആക്കുകയും ഞാൻ വളരെ മാനസികമായിട്ട് ഞാൻ വിഷമിക്കുകയും ചെയ്തിരുന്ന സമയത്ത് ഇത് എന്നെ അവിടെ വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർ ആ ഒരു രീതിയിലേക്ക് എന്നോട് പെരുമാറുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു മാനസികമായിട്ടൊരു ഇത് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ റിസൈൻ ഇടാം എന്ന് തീരുമാനിച്ചതിൻ്റെ തൊട്ട് തലേ ദിവസം എനിക്ക് മാതാവ് ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, നീ പോയി അറ്റൻഡ് ചെയ്യണം എന്നെന്നോട് പറഞ്ഞു. അതിനെ തുടർന്ന് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുകയും മാതാവ് അനുഗ്രഹിച്ച് എന്നോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സാവുകയും എനിക്കവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയും കിട്ടി. ഞാൻ അതിന് കർത്താവിനോട് ഞാൻ നന്ദി പറയുന്നു. ഇനി അടുത്ത സാക്ഷ്യമുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. എൻ്റെ കുഞ്ഞിന് എല്ലാ സെപ്റ്റംബർ മാസം ആകുമ്പോഴും എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു പനി വരും, പിന്നെ അതിനെ തുടർന്ന് ജലദോഷം ഉണ്ടാകും, അത് കഫക്കെട്ടായി മാറും, അത് ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ അത് അവിടെ കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. വളരെ സാമ്പത്തികമായിട്ടെല്ലാം ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ ഞാനൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാനൊരു നിയോഗം വച്ചിരുന്നു മാതാവിനോട്. അതിനെ തുടർന്ന് ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ഈ ഒരു 2 വർഷമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരേക്കും എൻ്റെ കുഞ്ഞിന് അസുഖമൊന്നും വന്നിട്ടില്ല. ഞാൻ അതിന് മാതാവിനോട് നന്ദി പറയുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പൈസയായിട്ടും എല്ലാം സഹായിക്കാറുണ്ട് ആൾക്കാരെല്ലാം. പിന്നെ RCCയിൽ ഞാൻ പത്രവിതരണം നടത്താറുണ്ട്. RCCയുടെ പുറത്തായിട്ടാണ് പത്രവിതരണം നടത്തുന്നത്. പിന്നെ RCCയിൽ തന്നെ ഉള്ള 1-2 പേരെ ഞാൻ അല്ലാതെ സഹായിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കാനില്ല, എനിക്ക് അത്ര സാമ്പത്തികമുള്ളതല്ല. ഞാൻ എന്നാലും ബ്ലഡായിട്ടും അങ്ങനെ അവർക്ക് ആവശ്യമുള്ളത് ഭക്ഷണമായിട്ട് അങ്ങനെയെല്ലാം ഞാൻ സഹായിക്കാറുണ്ട്. അതിൽ ഒരാളിവിടെ വന്നിരുന്നു, അത് തന്നെ മാതാവിൻ്റെ കൃപയാണ്. ഇനി ഒരാൾ ഇപ്പോൾ RCCയിലാണ്, അവിടെ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ വരുമെന്ന് എന്നോട് വാക്ക് തന്നിട്ടുണ്ട്. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ വിട്ടുപോയൊരു അനുഭവമുണ്ട്. ഞാൻ ഇവിടെ റാലിക്ക് വരുമ്പോൾ, കഴിഞ്ഞ റാലിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. റാലിക്ക് വരുന്ന സമയത്ത് എനിക്ക് വഴി തെറ്റിപ്പോയിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് വഴി തെറ്റി, ഞാൻ വേറെ എങ്ങോട്ടോ അറിയാത്ത രീതിയിൽ ഞാൻ ഒരുപാട് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വരുന്നത് തെറ്റായ ഒരു വഴിയിലൂടെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്തോ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വഴി തിരിഞ്ഞ് വേറെ ഏതൊക്കെയോ വഴിയിലൂടെ കയറി വരുമ്പോൾ ആ പ്രദേശത്തൊന്നും ആരുമില്ല. ആ സമയത്ത് ഞാൻ വരുന്ന ഒരു കാറിലാണ്. അപ്പോൾ എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ അച്ഛൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് ഈ കാറിനകത്ത് നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടു, നല്ല ഒരു സെൻറ്റിൻ്റെ ഒരു മണം അനുഭവപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു അതിശയവും അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നോടൊപ്പം ഉണ്ട്, ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ശരിയായ വഴിയിലൂടെ ആണെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഞാൻ ആ വഴി പിന്തുടരുകയും കുറേ കൂടി ദൂരം എത്തുമ്പോൾ വീണ്ടും എനിക്ക് ആ സുഗന്ധം ഉണ്ടാവുകയും അത് എനിക്കും ഭാര്യയുടെ അമ്മയ്ക്കും മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി ആർക്കും ആ ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അത് പറയുകയും ചെയ്തു അവർ, നമുക്കാർക്കും കിട്ടിയില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ദൂരം കഴിയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വഴിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് നേരെ ഇവിടെ എത്തുകയും ചെയ്തു.
ഇതെൻ്റെ ഒരു അനുഭവമാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഉണ്ണിക്കണ്ണൻ എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിത പങ്കാളിയോടും മകൾ അവന്തികയോടുമൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം താൻ ഉടമ്പടിയെടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സമയച്ചുരുക്കം അനുഭവിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. തൻ്റെ ജോലി നഷ്ടപ്പെടും, അവിടെ നിന്ന് തന്നെ വളരെയധികം സങ്കടപ്പെടുത്തിയ, വളരെ കാലം ഒരു സീനിയർ സ്റ്റാഫായി ജോലി ചെയ്ത സ്ഥലത്ത് നിന്നും സങ്കടത്തോടെ ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിൽ അദ്ദേഹം റിസൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ആ സങ്കടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഒരു വലിയ പ്രൊമോഷനോടുകൂടി മറ്റൊരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ കോൾ നൽകി അദ്ദേഹത്തിന് നല്ല സൂപ്പർവൈസർ മാനേജറായി ജോലി കൊടുത്തത് എന്നിവിടെ ഏറ്റു പറയുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി പരിശുദ്ധ അമ്മ ഒരു ഇൻസെൻറ്റീവ് ഗിഫ്റ്റിനോട് കൂടി നമുക്ക് തരുന്നത് സ്വർഗഭാഗ്യമാണ്. എലിസബത്ത് പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള സൗഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്. ഓരോ മക്കളും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യാനും പരിശുദ്ധ അമ്മയോട് സങ്കടം പറയുവാനും വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം അത് തന്നെയാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലി അവസ്ഥകളിലുമെല്ലാം ഇന്ന് സഞ്ചരിച്ച് എത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ ദൈവാനുഭവം കൂടി അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറഞ്ഞില്ലെങ്കിലും സ്ഥിരീകരണ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് അദ്ദേഹം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം ഏറ്റുപറയുന്നത് ഈശോയുടെ തിരുരക്തത്തിലൂടെയാണ് നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ടത് എന്ന് പറയാനുള്ള ഒരു ആധ്യാത്മികത, സുവിശേഷ വചനം അദ്ദേഹം ആഴപ്പെട്ട ഒരു ബോധ്യം അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയേണ്ടത് നമ്മെ ദൈവസ്നേഹത്താൽ ആഴപ്പെടുത്തുന്നു എന്നതിലുപരി നമ്മെ നിത്യതയിലേക്ക് കൊണ്ടു നടക്കുന്നു, നിത്യത നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് പരിശുദ്ധ അമ്മ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതിലാണ്. ഉണ്ണിക്കണ്ണനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.